ഹേ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ദേ നമ്മുടെ മറ്റൊരു എപ്പിഡോസിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നും നമ്മുടെ കഴിഞ്ഞ കുറേ വീഡിയോസിൻ്റെ ബാലൻസ് ഘട്ടങ്ങളിലേക്കാണ് നമ്മൾ കിടക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിനകത്ത് കൂടുതലൊന്നും പറയേണ്ടത്, നമുക്ക് നേരെ വീഡിയോയിലേക്ക്. അപ്പം നമ്മുടെ ഫസ്റ്റ് വീഡിയോ ഈസ് എന്തോ ഒഴുകുന്നുണ്ട്, തീ പിടിച്ചോടത്ത് വെള്ളം കൊണ്ടൊന്ന് ഒഴുകുന്നതാണ്. അപ്പോൾ നടക്കുന്നു. അദ്ദേഹത്തിന് പുള്ളിക്കാരൻ അവിടെ വെച്ച് അതിൻ്റെ മേളിൽ റൂഫിൽ വെച്ച് എടുത്തിയാടി. പുള്ളിക്കാരൻ നേരെ താഴത്തേക്ക് വരുന്നുണ്ട്, കാല് പൊള്ളിട്ടായിരിക്കും കേട്ടോ, പാവം. നമ്മൾ ഇവിടെ ഇരുന്ന് ചിരിക്കുന്നു, പക്ഷെ അത് പാവം അല്ലേ. Ein epic moment from German television. Okay, no. Der Weg, den ich in Gedanken നൈസായിട്ട് സ്ലിപ്പായി. ആരെങ്കിലും കണ്ട് കയറി പിടിച്ചാ നൈസായിട്ട് സ്ലിപ്പാവും. നോക്ക്, ആ താഴെ കിടക്കുന്ന പഴോ dein Gott wartest പാട്ട് നിർത്തില്ല. അനുസരിച്ച് തെന്നി താഴ്ത്തേക്ക് വന്നു. എന്റെ മോനെ പഴത്തേലും ഉരുണ്ടുരുണ്ട് പോയപ്പോഴും ചേച്ചി സംഗതി കൈവിട്ടില്ല. അതാണ് ഒരു ആർട്ടിസ്റ്റ്. നമ്മുടെ നെക്സ്റ്റ് വീഡിയോ. Hello, how are you? I am under the water. Please help me. Here too much raining. അത് എന്നടാ ഈ പുള്ളിക്കാരൻ്റെ മുഖം അങ്ങനെ ഇരിക്കുന്ന, വെള്ളം വന്നടിച്ചിട്ട്. ഹലോ, ഐ എം അണ്ടർ വാട്ടർ, പ്ലീസ് ഹെൽപ്പ് മീ. എൻ്റെ മോനെ കുറച്ച് എന്തോ സീരിയസ് ആയിട്ട് പറയാൻ വന്നതാ, പറ്റിയില്ല, അത് നശിപ്പിച്ചു. അതിൽ പോയ കുരങ്ങൻ പോയ പോക്കുണ്ട്, ഒരു മൈൻഡില്ലാതെ. ഉളുപ്പുണ്ട് അതിന്, പാവം കൊച്ചിന്. പാവം, എൻ്റെ ദൈവമേ. ഒരു കലാകാരൻ, ഒരു കലാകാരിയും മുളയിലെ നുള്ളി, ആ ബേട്ടല കുരങ്ങ്. നെക്സ്റ്റ് ടുഡേസ് കിഡ്സ്. ഏതാലേ പിള്ളേരുടെ എക്സ്പ്രഷൻ കണ്ടോ? സ്മോൾ ഡബ്ല്യു ക്യാപിറ്റൽ ഡബ്ല്യു. ഈ പാട്ടെൻ്റെ തലേന്ന് പോവില്ല. സീരിയസ് ആയിട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ സീരിയസ് ആയിട്ട് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും ഈ പണ്ടാരം പാട്ട് തലയിൽ വന്ന് കയറുന്നു. സ്മോൾ ഡബ്ല്യു ക്യാപിറ്റൽ ഡബ്ല്യു. സംഭവം എഴുതേക്കണ എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല, പക്ഷേ തേനീച്ചക്കൂട് കളയുന്നതാണെന്ന് തോന്നുന്നു. അതെ, അതിൽ മുഴുവൻ പറഞ്ഞു നടക്കുന്നുണ്ട്. എന്റെ ദൈവമേ, ഒന്നും പുറത്തു പോയിട്ടില്ല. പുള്ളിക്കാരൻ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് വെച്ച മാസ്ക്, ക്യാപ്പ് മാസ്ക് ആയിട്ടുള്ള ആ സാധനം വരെ ചാടി പോയിട്ട് കൃത്യം തലയിലേക്ക് ഇറങ്ങിയിരുന്നു. കിട്ടില്ല. നമുക്കൊരു ബൈക്ക് റൈഡ് കാണാം. പറഞ്ഞുള്ള പോണ പോയി കൺട്രോൾ പോയി. ഇതുപോലത്തെ വണ്ടി നീ ഓടിച്ചിട്ടുണ്ടോടാ? ഫാദറിന് പറയടാ. ഇവിടെ കാര്യമായിട്ടാണ് ചോദിക്കുന്നത്, ഇതുപോലത്തെ വണ്ടി ഓടിച്ചിട്ടുണ്ടോന്ന് പറയാ. അതിനകത്തുണ്ടായിരുന്നു ബാക്കിയുള്ളവരെത്തി. ദൈവമേ, പുള്ളിക്കാരനായിരുന്നു. എന്താ പുള്ളിക്കാരനെങ്ങനെ? എന്റെ ദൈവമേ. നമുക്കല്പം ചക്ക പറിക്കുന്നത്. വലിച്ചോളി. സൂപ്പർ. ഒന്നും പുറത്തു പോയിട്ടില്ല, ഒരു ചക്കച്ചുള പോലും പുറത്തു പോയിട്ടില്ല. സേഫ്, ചക്ക സേഫാണ്, ആരും പേടിക്കണ്ട. പിന്നൂരിയിട്ടില്ല, ആരും പേടിക്കണ്ട, പിന്നൂരിയിട്ടില്ല. അടുത്തത് നമുക്ക് നാട്ടും പ്രതി ഒരു ഫുട്ബോൾ കളി. നൈസ് സേവ്. ഇഞ്ചി മിഠായി. ഞാൻ ഓക്കെയാണ്, പേടിക്കണ്ട. അടി കിട്ടിയ ഒരു സെക്കൻഡ് പുള്ളി ഔട്ടായി പോയി, ബ്ലാക്ക് ഔട്ട്. ഏതാ എന്റെ ദൈവമേ മതി. ചന്ദ്രബാബു ബൈക്കിൽ കയറി. സത്യം, പുറകിരിക്കുന്ന ആളുണ്ടല്ലോ. നമ്മളൊന്നും പറയല്ലേ, നമ്മളെന്തെങ്കിലും പറഞ്ഞിട്ടായി. എനിക്ക് പൊടിക്കോ? അപ്പഴില്ല ലൈഫ് നില്ല്.
പറയിരിക്കണ തെറിച്ചു പോയതുണ്ടോ. ലാസ്റ്റ് നമുക്കൊരു മാർച്ചാര ചരിത്രം കാണാം. നല്ല ഉറക്കം കിട്ടാറില്ല പെയിന്റ് അടിച്ച് വെച്ചേക്കണേണോ മോനെ. ഇത് ആരായാലും എൻ്റെ ദൈവമേ മതി പാവം. അല്ലെങ്കിൽ ഈ പൂച്ചകളുടെ ഒക്കെ റീലുകളും സാധനങ്ങളൊക്കെ കാണാൻ നല്ല രസമാണ്. ഇത്രയും വട്ടമുള്ളൊരു ജീവി ഈ ലോകത്തില്ല. നല്ല രസമല്ലേ. അപ്പോൾ എഗെയിൻ നമ്മുടെ ഈ ചെറിയ വീഡിയോ ഇവിടെ പര്യവസാനിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് വീണ്ടും ഞാൻ ചോദിക്കുന്നു, നിങ്ങളോട് വീണ്ടും ഞാൻ പറയുന്നു, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അതുപോലെ വെറൈറ്റി ആയിട്ടുള്ളൊരു കണ്ടന്റുമായി കാണുന്നവരെ ബൈ ബൈ ബൈ.